ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓണം എക്സാം 2026 ക്ലാസ് 1 നാളെ ഇംഗ്ലീഷ് എക്സാമാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പഠിച്ച പാഠഭാഗങ്ങളും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് എക്സാമിന് വരിക എന്ന് നോക്കാം. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ കാണാൻ ശ്രമിക്കുക. 2024, 25 2025 26 എക്സാം കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും നോക്കുക. ഇനി നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കളർ നെയിംസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് 1ഉം 2ഉം കളർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ 1ാം ക്ലാസ്സിന് എന്തായാലും ഒരു കളറിങ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ കളർ ചെയ്യാൻ പറയുന്ന സമയത്ത് ഗിവ് റെഡ് കളർ ടു ദ ജീപ്പ്, ഗിവ് റെഡ് ബ്ലൂ കളർ എന്നൊക്കെ പറയുമ്പോൾ അത് ഏതാണ് കളറെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മക്കൾ എന്തായാലും എന്ത് പഠിക്കണം? കളർ നെയിംസ് പഠിച്ചു വെക്കുക. അതിൻ്റെ സ്പെല്ലിങ്ങും കൂടി കഴിയുന്നതും പഠിച്ചു വെക്കുക. അപ്പോൾ UKG എന്നൊക്കെ എല്ലാവരും കളേഴ്സിൻ്റെ നെയിംസും അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ പഠിച്ചതാണെങ്കിലും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഈ കൊടുത്ത കളറിൻ്റെ നെയിമൊക്കെ ഒന്ന് പഠിക്കട്ടോ. അപ്പോൾ ഏതൊക്കെയായിരുന്നു കളർ നെയിംസ്? റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്. അപ്പോൾ ഈ കളർ നെയിംസൊക്കെ പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് കളർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ കാറാണ് എടുത്തത്. അപ്പോൾ ഏത് വെഹിക്കിൾ വേണമെങ്കിലും വരാം. ചിലപ്പം ബസ്സായിരിക്കാം, ചിലപ്പോൾ ഓട്ടോറിക്ഷ, ജീപ്പോ ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കാറിന് ഡിസ്ക്രിപ്ഷനാണ് നോക്കാൻ പോകുന്നത്. ദിസ് ഈസ് എ കാർ, ദിസ് ഈസ് എ ഡാഷ് കൊടുത്തിട്ടുണ്ട്. ദ കാർ ഹാസ് സീറ്റ്സ്. നെക്സ്റ്റ് ലൈൻ ദ കാർ എന്ന് കൊടുത്തിട്ട് അവിടെ ഡാഷാണ് കൊടുത്തത്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ലൈനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം മക്കളെ? ദിസ് ഈസ് എ കാർ, ദിസ് ഈസ് എ ഡാഷ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് എ റെഡ് കാർ. ഇത് റെഡ് കാർ അല്ലേ? അപ്പോൾ നമുക്ക് ദിസ് ഈസ് എ റെഡ് കാർ. അപ്പം നിങ്ങൾ അവിടെ റെഡ് എന്ന് എഴുതി കൊടുക്കണ്ടേ? അപ്പോൾ റെഡിൻ്റെ സ്പെല്ലിങ് പഠിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം? ദിസ് ഈസ് എ റെഡ് കാർ, RED, റെഡ് കാർ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എ റെഡ് കാർ എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈൻ നോക്കാം. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിന് സീറ്റ്സ് ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ലൈൻ എന്താ? ദ കാർ ഹാസ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കാറിന് എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട്. പിന്നെ എന്ത് എഴുതാം? കാറിന് വീൽസ് ഉണ്ട്. മക്കൾ പഠിച്ചിട്ടില്ലേ വീൽസിൻ്റെ ഒക്കെ സ്പെല്ലിങ്? അപ്പോൾ എത്ര വീൽസ് ഉണ്ട് കാറിന്? 4 വീൽസ് ആണ് അല്ലേ? 4 ചക്രങ്ങളുണ്ട്. അപ്പോൾ ദ കാർ ഹാസ് 4 വീൽസ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഹാസ് 4 വീൽസ്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ദ കാർ ഹാസ് 4 വീൽസ്. ഇനി നമുക്ക് ഒരു ലൈനും കൂടി ആഡ് ചെയ്യാം. എന്തൊക്കെയാണ് പിന്നെ കാറിലുള്ളത്? ലൈറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ദ കാർ ഹാസ് ലൈറ്റ്സ് എന്ന് എഴുതിക്കൂടെ? ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ദ കാർ ഹാസ് ലൈറ്റ്സ്. ദ കാർ ഹാസ് ലൈറ്റ്സ് എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പം വലിയ കാറായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ദിസ് ഈസ് എ ബിഗ് കാർ എന്ന് എഴുതി കൊടുക്കാം. ചെറുതാണെങ്കിൽ ദിസ് ഈസ് എ സ്മോൾ കാർ എന്ന് എഴുതാം. അപ്പോൾ സ്മോളിൻ്റെ ബിഗിൻ്റെ ഒക്കെ സ്പെല്ലിങ് പഠിക്കട്ടോ. കൂടാതെ എന്താണ്? വീൽസ്, സീറ്റ്സ്, ലൈറ്റ്സ്, ഇതിൻ്റെ സ്പെല്ലിങ്ങും കൂടി മക്കളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആഡ് എ ലൈൻ ടു ദ റൈം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്താണ്. ആഡ് എ ലൈൻ നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ 3 പാരറ്റ്സ് ഉണ്ട് അല്ലേ? ആരൊക്കെയായിരുന്നു? റില്ല്, ദില്ല്, ജില്ല്. അപ്പോൾ അവരൊക്കെ പറ്റിയിട്ടാണ് ഈ ഒരു റൈം പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 3 little parrots, ദിൽ, ജിൽ ആൻഡ് റിൽ, സിറ്റിംഗ് ഓൺ എ ട്രീ, സിംഗിങ് ഹാപ്പി സോങ്സ്. വീണ്ടും അതേ ലൈൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 3 little parrots, ദിൽ, ജിൽ ആൻഡ് റിൽ, ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, സിംഗിങ് ഹാപ്പി സോങ്സ്. അപ്പോൾ ആ രണ്ടാമത്തെ ഇതിൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ആദ്യത്തേതിൽ എന്തായിരുന്നു? സിറ്റിംഗ് ഓൺ എ ട്രീ എന്നായിരുന്നു അല്ലേ? അവിടെ ട്രീയിൽ ഇരിക്കുകയായിരുന്നു. ഒന്നാമത്തെ പിക്ചർ നോക്കൂ, 3 പേരും ഒരു ട്രീയിൽ ഇരിക്കുകയാണ്. 3 ലിറ്റിൽ പാരറ്റ്സും ട്രീയിൽ ഇരിക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ 3 പാരറ്റ്സും സിറ്റിംഗ് ഓൺ എ ട്രീ. അപ്പോൾ രണ്ടാമത്തതിൽ പാരറ്റ്സ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 പാരറ്റ്സ് പറക്കുകയാണ് അല്ലേ? പറക്കുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷ് പറയും? ഫ്ലൈയിങ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം? 3 little parrots, ദിൽ, ജിൽ ആൻഡ് റിൽ, ഡാഷ് എന്നുള്ളിടത്തിൽ ഫ്ലൈയിങ് എഴുതല്ലേ? ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ പറക്കുകയാണ്. സിംഗിങ് ഹാപ്പി സോങ്സ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൻ്റെ സ്പെല്ലിംഗ് കൂടി മക്കൾ ശ്രദ്ധിക്കുക. ആക്ഷൻ വേർബ്സ് ആണ്. ഫ്ലൈയിങ്, വാക്കിംഗ്, പ്ലേയിങ് ഒക്കെ അതിൻ്റെ സ്പെല്ലിങ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കട്ടോ. അപ്പോൾ ഇത് ആഡ് എ ലൈൻ ടു ദ റൈം ആണ്. അപ്പോൾ എന്തായാലും ഒരു ആഡ് എ ലൈൻ നമുക്ക് എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ആക്ഷൻ വേർബ്സ് പഠിക്കണം. ഏതൊക്കെ ആയിരുന്നു ഞാൻ ഒന്നുകൂടി പറയാം. ഫ്ലൈയിങ്, വാക്കിംഗ്, പ്ലേയിങ്, ഡാൻസിങ്, സിംഗിങ്. അതൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്ത് എഴുതാൻ ചോദിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഞാനിവിടെ 3 പാരറ്റ്സിൻ്റെ പേരാണ് എടുത്തത്. റില്ല്, ദില്ല്, ജില്ല്. റില്ലിനും ദില്ലിനും ജില്ലിനും ഓരോ ഫീച്ചർ ഉണ്ടല്ലേ. എന്തൊക്കെയായിരുന്നു? ഒരാൾക്ക് ബിഗ് ബീക്കാണ്, ഒരാൾക്ക് റെഡ് റിങ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് ലോങ് ലെഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു നെയിം കാർഡ് എന്ന് പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചവരാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ നെയിം കാർഡ്സിൽ പ്രത്യേകമായിട്ട് 2 പാരറ്റിൻ്റെ നെയിം കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ റില്ലിൻ്റെ ഏറ്റവും നെയിം കാർഡ് ആയിരുന്നു ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എഴുതി ചേർക്കാണ്ടായിരുന്നു റെഡ് റിങ് ആണോ, ബിഗ് ബീക്ക് ആണോ, ലോങ് ലെഗ്സ് ആണോ ഉണ്ടായിരുന്നത്. അപ്പം പാരറ്റ്സ് റില്ലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? റില്ലിന് ബിഗ് ബീക്ക് ആയിരുന്നോ, റെഡ് റിങ് ആയിരുന്നോ, ലോങ് ലെഗ്സ് ആയിരുന്നോ ഉണ്ടായിരുന്നത്? റില്ലിന് റെഡ് റിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റില്ല് എന്നുള്ളിടത്തിലേക്ക് നമുക്ക് റില്ലിന്ന് റെഡ് റിങ്ങിലേക്ക് വരച്ചു കൊടുക്കാം. അടുത്ത എന്തായിരുന്നു? ദില്ലാണ്. ദില്ലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? ദില്ലിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദിൽ ഹാസ് ലോങ് ലെഗ്സ്. ദില്ലിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദില്ലിന് ലോങ് ലെഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ദില്ലിന്ന് ലോങ് ലെഗ്സിലേക്ക് വരച്ചു കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് നോക്കാം ജില്ലായിരുന്നു. ജില്ലിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ജില്ലിന് ബിഗ് ബീക്ക് ആയിരുന്നു. ജിൽ ഹാസ് എ ബിഗ് ബീക്ക്. അപ്പോൾ നമുക്ക് ജില്ലിന്ന് ബിഗ് ബീക്കിലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഒരു നെയിം കാർഡോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ട് റെഡ് റിങ് ഉള്ള പാരറ്റ് ആരാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു പാരറ്റിനെ പറ്റിയിട്ടാണ്. ഒരു പാരറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാരറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ ഇവിടെ കുറേ ഞാൻ ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചിട്ട് അത് എഴുതി കൊടുക്കണം. ദിസ് ഈസ് എ ഡാഷ് എന്നാണ് കൊടുത്തത്. എന്താണ് മക്കളെ? അതൊരു പാരറ്റ് ആണല്ലേ. അപ്പോൾ ദിസ് ഈസ് എ പാരറ്റ്. അപ്പോൾ പാരറ്റിൻ്റെ സ്പെല്ലിങ് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് എന്താണ്? എ ഡാഷ് പാരറ്റ് എന്നാണ് കൊടുത്തത്. എങ്ങനത്തെ പാരറ്റാണിത്? എ ഗ്രീൻ പാരറ്റ്. അപ്പോൾ നമുക്ക് ഗ്രീൻ എന്ന് കൊടുക്കാം. അടുത്ത എന്താ? ദ പാരറ്റ് ഹാസ് ഡാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പാരറ്റിന് എന്താ ഉള്ളത്? 2 കാലുകളുണ്ട് എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ ദ പാരറ്റ് ഹാസ് വിങ്സ് എന്ന് കൊടുക്കാം നിങ്ങൾക്ക് അറിയെങ്കിൽ. ഇപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ദ പാരറ്റ് ഹാസ് 2 ലെഗ്സ് എന്ന് കൊടുക്കാം. അടുത്ത എന്താണ്? ദ പാരറ്റ് ഈസ് സിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പാരറ്റ് ഇരിക്കുന്നത്? മരത്തിൻ്റെ മുകളിലാണല്ലേ. അപ്പോൾ ദ പാരറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ ട്രീ. എന്താണ് വേണ്ടത്? ഓൺ ദ ട്രീ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ട്രീൻ്റെ സ്പെല്ലിംഗ് ഒക്കെ അറിഞ്ഞിരിക്കുക. ഓൺ ദ ട്രീ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇനിയും ചോദിച്ചുവിടായികയില്ല. അപ്പോൾ മക്കൾ എന്തായാലും 2 ചാപ്റ്ററിനും ഞാൻ 2 ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തത് കാറിൻ്റെതോ ബസ്സിൻ്റെയോ ജീപ്പിൻ്റെയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പാരറ്റോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ, ചെറിയ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ദ പാരറ്റ് സിറ്റിംഗ് ഓൺ ദ ട്രീ എന്ന് എഴുതാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. താങ്ക് യു.